ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹായ് ഗൈസ്, ഞാൻ ഇന്ന് കുറെ സാഡും കുറെ എക്സൈറ്റഡും ഹാപ്പിയും സാഡും ദേഷ്യവും എല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം അത് ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ അതൊക്കെ പറയാം. ഫസ്റ്റത്തെ ഞാൻ ഹാപ്പി എക്സൈറ്റഡൊക്കെ ആയി ഞാൻ നാളെ നാട്ടിൽ പോയി. ദേഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യമൊന്നുമില്ല. പിന്നെ കുറച്ച് സാഡെന്ന് പറഞ്ഞാൽ അമ്മച്ചീനൊക്കെ ഡാഡിനൊക്കെ വിട്ടു പോകണമെങ്കിൽ പിന്നെ നിങ്ങളെയും വിട്ടുപോകണ്ടല്ല. നിങ്ങളെവിടെ വിട്ടുപോകണേ? നാളെ അങ്ങനെ നാട്ടിൽ പോവാട്ടാ. പറഞ്ഞ് നാളെ ആയി. നാളെ സൺഡേ ആട്ടോ, അപ്പോൾ നമുക്ക് ഓഫാണ്. നാളെ മോർണിംഗ് 11:30 ഫ്ലൈറ്റ് ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവ നാളെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ നാട്ടിലെത്തും. പിന്നെ നാട്ടിൽ അടിച്ചു പൊളിയായിരിക്കും അല്ലേ ഇവ? ഞങ്ങളെയൊക്കെ ഓർക്കോ? മറന്നു പോവോ? ഇവ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ഇവ ഇങ്ങനെ രാവിലെ എണീക്കുമ്പോഴേ ചോദിക്കും ഇനി എത്ര ദിവസം ഉണ്ട് എന്ന് ഇങ്ങനെ ചോദിച്ചിരിക്കും കേട്ടോ. അങ്ങനെ പറഞ്ഞതാ ഇവ പോണ ദിവസമായി അല്ലേ? ഞാൻ ഡേറ്റ് ഇങ്ങനെ എഴുതി വെച്ചിട്ട് റോങ് ഇനി നാളെ ആകുമ്പോൾ ഞാൻ സർക്കിൾ ചെയ്ത് യെസ് ഇടും. യെസ്. ഇനിയിപ്പോൾ ഞങ്ങളിതാ ഇവാക്ക് വേണ്ടിയിട്ടല്ല കുറച്ച് സാധനം വാങ്ങാനുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ല. ഇവാടയിൽ അങ്ങനെ ലഗേജ് ഒന്നും കൊടുത്തു വിടുന്നില്ല കേട്ടോ. ഇവാടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ. ഇവാക്കുള്ള കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ പിന്നെ ചോക്ലേറ്റ്സ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ സാധനങ്ങൾ മിഠായും ചോക്ലേറ്റും അതൊക്കെ എൻ്റെ ഫ്രണ്ട്സിനും എനിക്ക് അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങിക്കൊടുക്കണം. വന്നിട്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്യണം അല്ലേ? നമ്മൾ പെട്ടി പാക്കിംഗ് വ്ളോഗല്ലേ ഇവ? ഇവാടെ പെട്ടി പാക്ക് ചെയ്യുന്നില്ലേ പറഞ്ഞ് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇനി പോയിട്ട് വന്നിട്ട് ഇവാടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്യണം. അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ? അപ്പം നമ്മളെന്തായാലും പോയിട്ട് സാധനങ്ങൾ എൻ്റെ മേത്ത് കയറി ഇരിക്കട്ടെ ഇവിടെ. ശരി എന്നാ, അപ്പോൾ നമുക്ക് പോയിട്ട് വരാട്ടാ. ശരിക്കും ഇവായ നാട്ടിൽ വിടാനായിട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് കാണിച്ച ആൾ ഞാനായിരുന്നു കേട്ടോ. കാരണം അവൾക്ക് ഈ ഒരു 2 മാസം വെക്കേഷൻ ഇവിടെ ഇരുത്തി കഴിഞ്ഞാൽ പകലൊന്നും ഞാനില്ലാത്തതുകൊണ്ട് തന്നെ അവൾക്ക് ആകെ ഒറ്റയ്ക്കായിപ്പോവും, ബോറടിക്കും അവൾക്ക്. അതുകൊണ്ട് തന്നെ ആ ഒരു 2 മാസം അവൾ മാക്സിമം എൻജോയ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നാട്ടിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചത്. പക്ഷേ ദിവസം ഇങ്ങനെ അടുത്ത് വരുമ്പോൾ അവസാനത്തെ ഒരു ദിവസമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ. ടിക്കറ്റും എടുത്തു, എല്ലാം റെഡിയാക്കി. പക്ഷെ എനിക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. എനിക്ക് ആകെ ടെൻഷനോ എന്തൊക്കെയോ ഒക്കെ പോലെ പേടിയും എല്ലാം കൂടെ കൂടിയൊരവസ്ഥയിലായിരുന്നു കേട്ടോ. ഇവാക്ക് പക്ഷെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അവൾ നല്ല ഹാപ്പി ആയിരുന്നു. പലപ്പോഴും അവളുടെ മുന്നിൽ നിന്ന് എൻ്റെ വിഷമം ഇങ്ങനെ കാണിക്കാണ്ടിരിക്കാനായിട്ട് ഞാൻ കുറേ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നേ. അതായത് ഞാൻ വിഷമിക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് ചിലപ്പോൾ ആ ഉള്ള ഹാപ്പിനെസ് ഇല്ലാണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ സങ്കടം വന്നാലൊക്കെ മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കായിരുന്നേ. നിങ്ങൾക്ക് ഏത് ഇഷ്ടം ഇതിലൊക്കെ? ഇവാക്ക് ഫ്ലൈറ്റിൽ പോകുമ്പം ചെവി വേനെടുക്കുന്നല്ലേ ഇവാ? ഇങ്ങനെ നിങ്ങൾ ഞാൻ പറയണേ മമ്മച്ചി പറയണേ ഒന്ന് ചെറുതായിട്ട് കേൾക്കണ്ടു പറ്റുള്ളൂ. ഇത് വെച്ചോക്കേ, ഇതാടാ കുറച്ചുകൂടി ഭംഗിയുള്ള കളറ്. ഇനിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് തലേന്ന് ഊരൂലാട്ടാ. ഇനിയിപ്പോൾ ഫുള്ള് ഇത് തന്നെ വെച്ചോണ്ട് നടക്കേ. അങ്ങനെ ഇവിടെ ഇവക്കുട്ടിയുടെ പാക്കിംഗ് ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. വാക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ അതാ ബാഗുമായിട്ട് ഇവിടെ എല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ടല്ലേ. അതിന് മാത്രം സാധനമൊന്നും വാങ്ങിയില്ല കേട്ടോ ഇവാക്ക്. ഇവാടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഇവാടെ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോഴൊക്കെ നെഞ്ചിൻ്റെ ഉള്ളിലൊരു വല്ലാത്തൊരാളല്ലായിരുന്നു കേട്ടോ. എനിക്കറിയില്ല, ഞാൻ തന്നെയാണ് പോട്ടെ നാട്ടിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞത്. പക്ഷേ എനിക്ക് പറ്റുന്നുണ്ടായില്ല. പിന്നെ അവളുടെ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ എന്താ പറയുക, രാത്രിയാണ് പാക്കിംഗ് ഒക്കെ തുടങ്ങിയത്. ഇവളിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ചോദിച്ചുകൊണ്ടിപ്പോൾ നമ്മൾ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ പറയും എൻ്റെ പെട്ടി പാക്ക് ചെയ്താന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ചെറിയ ബാഗല്ലേ, കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായില്ല. കുറച്ച് ഡ്രസ്സ് എടുത്ത് വെക്കാനല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ അതാ സാറ്റർഡേ രാത്രി ഇരുന്നിട്ടാണ് ഇതൊക്കെ വെക്കുന്നത്. 11 മണിയൊക്കെ ആയിട്ടാണ്. ഇനിയിപ്പോൾ ഇവായൊക്കെ എടുത്ത് ഉറക്കണം. കാരണം രാവിലെ പോകേണ്ടതുകൊണ്ട് തന്നെ
കുറച്ച് നേരമെങ്കിലും ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അവൾക്ക് ആകെ ബുദ്ധിമുട്ടാവും. അവൾ ജനിച്ചിട്ട് ഈ ഒരു 6 വർഷം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നിട്ട് അങ്ങനെ തീരെ മാറി നിൽക്കാത്തൊരു ആളാണ് ഇവ. പക്ഷേ എങ്ങനെ ഇവ ഇത് ഹാൻഡിൽ ചെയ്യും, ഒറ്റയ്ക്ക് നിന്നോളൂ, ഇനി അവിടെ പോയിട്ട് എന്നെ കാണണമെന്ന് പറയുമോ, എന്താവും എന്നൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ എനിക്ക് ആകെ വല്ലാത്തൊരു ടെൻഷനായിരുന്നേ. അതുമാത്രമല്ല അവൾ ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ടെൻഷൻ അതും നല്ലോണം ഉണ്ടായിരുന്നേ. കാരണം എങ്ങനെയാണ്, നമുക്കും ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ടറിവുകൾ മാത്രമല്ലാണ്ടേ നമുക്ക് അറിയുന്ന ആരും പോയിട്ടോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ മൊത്തത്തിലൊരു എന്താ പറയുക, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ മാക്സിമം ഞാൻ ഇവയുടെ മുന്നിലൊന്നും കാണിക്കാണ്ട് ഇവയെ ഇങ്ങനെ ഹാപ്പി ആക്കി വെച്ചേക്കായിരുന്നേ. ചെറിയൊരു പേടി തട്ടിയാൽ തന്നെ അവൾക്ക് പോകാനുള്ള ധൈര്യം ഇല്ലാണ്ടാവും. അവൾ ഭയങ്കര ധൈര്യത്തിൽ നിൽക്കുകയാണ്, ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ നമ്മളവളെ പേടിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾക്ക് പേടിയാവും, എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. ഒരു ബാഗ് മാത്രം എടുത്താൽ മതി എന്ന് വിചാരിച്ചാട്ടോ പാക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അവസാനം എത്തിയപ്പോൾ ഇവാളെ കുറച്ച് ടോയ്സും ഡ്രസ്സും ഒക്കെ ബാക്കി വന്ന് അങ്ങനെ അതെല്ലാം കൂടി ഒരു ചെറിയ ബാഗിലും കൂടെ ആക്കിയിട്ടുണ്ടായേ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടായില്ല കേട്ടോ. 30 kgs കൊണ്ടുപോകാമെന്നുണ്ടായി. പക്ഷെ എന്നാലും അതിന് ഇവാക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാവോ എങ്ങനെ ആവും എന്നറിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ആകെ ഒരു 10 കിലോയുടെ താഴെ മാത്രമേ ഇവാക്ക് ലഗേജ് ഉണ്ടായുള്ളേ. നാളെ ഇടാനുള്ള ഡ്രസ്സും എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവാക്ക് ചെവി അടയാണ്ടിരിക്കാനുള്ള സാധനം, സോക്സ് അല്ലേ, വാച്ച്, പിന്നെ ഇവാക്ക് ഇതാട്ടെ ഇവ തോളത്തിടുന്ന ബാഗ്, ഇതിൽ ഇവയുടെ കുറച്ച് കുട്ടി സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയുള്ളു അല്ലേ. ഇത് ഇവാക്ക് നാളെ ഇടാനുള്ള പുതിയ ഷൂ ആണേ. പിന്നെ ഒരു ബാഗ് ഉണ്ടല്ലോ, ബാഗ് എവിടെ? ഇത് ഇവക്കുട്ടിയുടെ ബാഗ്. അങ്ങനെ ഫുള്ള് സെറ്റായല്ലോ ഇവ. അങ്ങനെ ഇവക്കുട്ടിയുടെ സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട ബാഗൊക്കെ അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഇനി ഇവക്കുട്ടി ഉറങ്ങാൻ പോകാട്ടോ. നമുക്ക് രാവിലെ ഏർലി മോർണിംഗ് പോകണം. 11:30ക്കാണ് ഫ്ലൈറ്റ് എന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ മുന്നേ ചെക്ക് ഇൻ ചെയ്യണം കേട്ടോ ഇവാക്ക്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ എണീറ്റ് പോകണം അല്ലേ. അപ്പം ഞങ്ങൾ ഉറങ്ങാൻ പോവാട്ടാ. ഇനി കുറച്ചാൾ ഇവ ഉമ്മച്ചിയുടെ കൂടെയും ഉമ്മയുടെ കൂടെയും ദീദിയുടെ കൂടെയും ഒക്കെ ആയിട്ട് ഉറങ്ങാൻ പോകണല്ലേ. ഡാഡി ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരാട്ടാ. അപ്പം ഞങ്ങൾ ഉറങ്ങട്ടെ, രാത്രിയായി, സമയം ഒരുപാടായല്ലേ. നമുക്ക് പിന്നെ വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. നമുക്ക് നാളെ വീണ്ടും അടുത്ത വീഡിയോ കാണാം കേട്ടാ. നാളെ നമ്മൾ നാളെ മാത്രമേ ഉണ്ടാവുള്ളൂ, അതോടെ ഇനി നമ്മള് വീഡിയോ എടുക്കുള്ളൂ. നാളെ മാത്രമേ വീഡിയോ എടുക്കുള്ളൂ. ഇല്ല, നാട്ടിൽ പോയിട്ട് തീറ്റിട്ട് വീഡിയോ എടുത്തോ. പക്ഷെ നാളെ മാത്രമേ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുള്ളൂ. നാളെ കഴിഞ്ഞാൽ പിന്നെ ഇനി 2 months കഴിഞ്ഞാൽ ഇവ ഇങ്ങോട്ട് വരാന്. നാളെ മാത്രമേ ഇവിടുത്തെ വീഡിയോ എടുക്കുള്ളൂ, പിന്നെ വീഡിയോ എടുക്കൂല. ശരി, അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് എടുക്കൂലേ. പിന്നെ ഒമ്മച്ചി വരുമ്പോ ഒമ്മച്ചി ഡാഡി വരുമ്പോ എടുക്കും. ഇപ്പൊ തള്ളിയത് രാജാണ്. അപ്പൊ ശരി, എന്നാ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടാ. ബൈ ബൈ പറ. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. കുറേ കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആട്ടോ ഇത്. ഫസ്റ്റ് ആണെന്ന് വെച്ചാൽ ഫിറ്റ്മീയുടെ അതായത് ഒരു 310 ഷെയ്ഡിലുള്ള ഫൗണ്ടേഷനാണ്. നല്ലൊരു ഫൗണ്ടേഷനാട്ടോ ഇത്. അടുത്തത് മേബെല്ലിൻ്റെ അത് ഈ ഒരു കൊളോസൽ ബോർഡ് ലൈനറാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു ലൈനർ അല്ലാണ്ട് വേറെ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. എനിക്ക് അത്രയും ഫേവറേറ്റാണിത്. അടുത്തത് സ്ട്രീക്സിൻ്റെ ഈ ഒരു ഹെയർ സീറം ആണ്. ഇതാണെങ്കിലും അടിപൊളി പ്രോഡക്റ്റ് ആണ്. നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ. എൻ്റെ അത്യാവശ്യം ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആയതുകൊണ്ട് തന്നെ അത് ഒതുങ്ങി കിടക്കാനൊക്കെ ഈ ഒരു സിറം നല്ലോണം ഹെൽപ്പ് ചെയ്യും. അടുത്തത് കൊളോസലിൻ്റെ ഈ ഒരു ഹൈപ്പർ കേൾ മസ്കാരയാണ്. ഇതും നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മസ്കാര കേട്ടോ. അടുത്തത് ഈബേയുടെ ഈ ഒരു ഫോറെവർ ന്യൂഡ് മസ്റ്റ് ഹാവ് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് കേട്ടോ. ഇതും നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. അടുത്തത് മേബെല്ലിൻ്റെതായ ഒരു ഫിറ്റ്മി കോമ്പാക്റ്റ് ആണ്. സോ ഇതൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, പോയി നോക്കട്ടോ.